സ്നേഹപിതാവായ ദൈവമേ, കർത്താവെ, ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ ഈ ശുശ്രൂഷ കേൾക്കുകയും കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പെന്തക്കോസ്ത തിരുനാളിന് ഒരുങ്ങുന്ന സമയത്ത് കർത്താവെ, ഇന്ന് കേൾക്കുന്ന തിരുവചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യട്ടെ, വചനം മാംസം ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന പരിശുദ്ധാത്മാവിലൂടെ യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം നൽകുന്നതിന് ഓർത്ത് ദൈവമേ, ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയുന്നു. ആമേൻ. എലിമലേക്ക് മോവാബ് ദേശത്ത് വെച്ച് മരണപ്പെടുന്നു. എലിമലേക്കിൻ്റെ 2 മക്കളും മഹലോണും കിലിയോനും മോവാബ് ദേശത്ത് വെച്ച് മരണപ്പെടുന്നു. സ്വാഭാവികമായിട്ടും എലിമലേക്കിൻ്റെ ഭാര്യയായ നവോമിയും 2 മരുമക്കളും മാത്രം ദേശത്ത് നിൽക്കുന്നു. ആ ദേശത്ത് നിൽക്കുന്ന സമയത്ത് അവരൊരു കാര്യം കേൾക്കുന്നു. ഇസ്രായേലിലെ ക്ഷാമമൊക്കെ മാറി, അവർക്ക് മഴ ലഭിച്ചു, അനുകൂലമായ കാലാവസ്ഥ, ഗോതമ്പും ബാർലിയുമൊക്കെ ധാരാളം ലഭിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭർത്താവും 2 മക്കളും മരണപ്പെട്ടതുകൊണ്ട് നവോമി തൻ്റെ കുടുംബ വീട്ടിലേക്ക് തന്നെ തിരികെ പോകാനായിട്ട് തീരുമാനിക്കുന്നു. ഈ ദേശത്ത് നിന്നിട്ട് ഇനി പ്രയോജനങ്ങളൊന്നും ഇല്ല. മാത്രമല്ല, യഹൂദരുടെ ഒരു പാരമ്പര്യം കൂടെ ഉണ്ട്. ഒരു മകൻ വിവാഹം കഴിച്ച് മകൻ മരിച്ചു കഴിഞ്ഞാൽ മകൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കാത്ത അനിയന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിവാഹം കഴിക്കണമെന്നാണ് യഹൂദരുടെ ആചാരം. ഇനി അനിയൻ വിവാഹിതനാണ്, ഇനി വേറെ മക്കളൊന്നുമില്ലെങ്കിൽ അമ്മയ്ക്ക് വേറെ മക്കൾ ഇനി ജനിക്കുകയാണെങ്കിൽ ആ മകൻ വളർന്ന് 16 വയസ്സ് കഴിഞ്ഞാൽ ഈ ചേട്ടൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കണം എന്നുള്ള വളരെ വിചിത്രമായ ഒരു ആചാരം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നവോമി നേരിടുന്ന പ്രശ്നം, ഭർത്താവും മരിച്ചു, 2 മക്കളും മരിച്ചു, 2 മരുമക്കളും ചെറുപ്പക്കാരികളാണ്, അവർക്ക് മക്കളില്ല. നവോമിക്ക് പ്രായമായി. ഇനി നവോമി വിവാഹം കഴിച്ച് ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിന് പ്രായമായാൽ ഈ സ്ത്രീകളെ അന്നത്തെ ആചാരം അനുസരിച്ച് വിവാഹം കഴിക്കുക എന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നവോമി പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ ആചാരം ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ 2 പേരും നിങ്ങളുടെ പിതൃഭവനങ്ങളിലേക്ക് തന്നെ തിരികെ പോയിക്കൊള്ളാൻ ഒരു ഉപദേശം കൊടുത്തു. അത് അവരുടെ ഭാവിയെക്കുറിച്ചിട്ടുള്ള ഒരു ഉപദേശമാണ് കൊടുക്കുന്നത്. ഇന്ന് ഇതിൻ്റെ പ്രസക്തി നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് ഏതെങ്കിലും ഒരു യുവതി വിവാഹം കഴിക്കുകയും ഭർത്താവ് ഏതെങ്കിലും കാരണവശാൽ മരണപ്പെടുകയാണെങ്കിൽ ആ സ്ത്രീ പിന്നെ പള്ളിയിൽ പോകണമെങ്കിൽ വെളുത്ത സാരി ഉടുത്തിട്ട് വേണം വരാൻ, കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോരുത്, വിധവാ വസ്ത്രം ധരിക്കണമെന്നുള്ളൊരു സാമൂഹ്യ ആചാരം നിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഭർത്താവ് മരിച്ച ഒരു പെൺകുട്ടി രണ്ടാമതൊരു വിവാഹം കഴിക്കുകയാണെന്നൊക്കെ ആലോചിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പലവിധ കാരണങ്ങളാൽ അസ്വസ്ഥരാണ്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഈ അസ്വസ്ഥ നിൽക്കുന്ന സമയത്ത് അമ്മായിമ്മ തന്നെ മരുമക്കളെ പുനർവിവാഹത്തിന് പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ നല്ല ഒരു അമ്മായിമ്മയെ നവോമിയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 2 പെൺമക്കളോടും അവരവരുടെ പിതൃഭവനങ്ങളിലേക്ക് പോകാനായിട്ടൊരു ഉപദേശം കൊടുക്കുന്നു. നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. നവോമി മരുമക്കളോട് പറഞ്ഞു, നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ. മരിച്ചവരോടും എന്നോട് നിങ്ങൾ കരുണ കാണിച്ചു, കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കട്ടെ. വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അല്ലെങ്കിൽ അമ്മായിമ്മ തന്നെ മരുമക്കളോട് നിങ്ങൾ വീണ്ടും വിവാഹം കഴിച്ച് കുടുംബജീവിതം അനുഗ്രഹപ്രദമായി നയിക്കുവാൻ അവരെ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇസ്രായേലിലെ ഈ പാരമ്പര്യത്തെക്കുറിച്ച് അവരോട് പറയുന്നു. അതായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ സഹോദരൻ വിവാഹം കഴിക്കണം. ആ സഹോദരൻ വിവാഹിതനാണെന്നുണ്ടെങ്കിൽ ഇനി വിവാഹം കഴിക്കാത്ത ഏതെങ്കിലും ഇളയ സഹോദരന്മാരുണ്ടെങ്കിൽ അവർ പ്രായപൂർത്തിയാവുന്നവരെ യഹൂദരുടെ ഒരു ക്രമം അനുസരിച്ച് 16 വയസ്സ് കഴിഞ്ഞാൽ പുരുഷനും 14 വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്കും വിവാഹം കഴിക്കാം. പുരുഷനാണെങ്കിൽ 30 വയസ്സിനുള്ളിൽ നിർബന്ധമായും വിവാഹം കഴിക്കണം. ഈ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നത് കൊണ്ട്
ഇവരോട് ഇവരുടെ പിതൃഭവനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ മൊവാബിലെ ആചാരങ്ങളനുസരിച്ച് തന്നെ അവർക്ക് വിവാഹ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യും. ഇങ്ങനെ പറഞ്ഞ് നിർബന്ധിച്ച സമയത്ത് നമ്മളിങ്ങനെ വായിക്കുന്നു, മൂത്ത മരുമകൾ 13-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നിങ്ങൾ വിധവകളായി കഴിയുമോ? ഇല്ല, മക്കളെ, കർത്താവിൻ്റെ കരം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു. നിങ്ങളെ പ്രതി ഞാൻ അത്യധികം വ്യസനിക്കേണ്ടി വരും. അവർ വീണ്ടും പൊട്ടിക്കരഞ്ഞു. ഓർഫ അമ്മായിമ്മയെ ചുംബിച്ച് വിടവാങ്ങി. റൂത്ത് അവളെ പിരിയാതെ നിന്നു. 2 മരുമക്കളിൽ ഈ 2 പേരോടും പിതൃഭവനങ്ങളിലേക്ക് പോകാൻ പറഞ്ഞ സമയത്ത് ആദ്യം 2 പേരും പോകാതെ നിന്നു. എന്നാൽ അവസാനം മൂത്ത മരുമകളായ ഓർഫ തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. റൂത്ത് പക്ഷേ അമ്മായിമ്മയെ വിട്ടുപോകാതെ അവിടെ തന്നെ നിൽക്കുന്നു. അപ്പോൾ നവോമി കൊടുക്കുന്നൊരു ഉപദേശമുണ്ട് 15-ാമത്തെ വാക്യത്തിൽ. നവോമി പറഞ്ഞു, നിൻ്റെ സഹോദരി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെ അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ, അവളെപ്പോലെ നീയും പോവുക. നിൻ്റെ ബന്ധുക്കളുടെ അടുത്തേക്ക് പോവുക, നിൻ്റെ ദേവന്മാരുടെ അടുത്തേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യഹൂദനായ എലിമലേക്കും മക്കളായ മഹലോനും കിലിയോനും ഒക്കെ ഏകസത്യദൈവത്തെയാണ് ആരാധിച്ചിരുന്നത്. അന്യദേശത്ത് പോയി വിവാഹം കഴിച്ച സമയത്ത് ഈ വിവാഹം കഴിച്ച പെൺകുട്ടികൾ അതുവരെ അവരുടെ ദൈവത്തെ തന്നെയാണ് ആരാധിച്ചിരുന്നത്, അവരുടെ തന്നെ വിഗ്രഹങ്ങളെയാണ് ആരാധിച്ചിരുന്നത്. വിശ്വാസപരമായ ഈ കുടുംബത്തിൽ 2 തരം ആരാധനകൾ അല്ലെ ദൈവത്തോടുള്ള പ്രാർത്ഥനകൾ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നവോമി പറയുന്നു, നിൻ്റെ സഹോദരി നിങ്ങളുടെ ദേവന്മാരുടെ അടുത്തേക്ക് പോയ പോലെ നീയും പോവുക. ഇത് പറഞ്ഞ സമയത്ത് റൂത്ത് പറയുന്ന ഒരു മറുപടിയുണ്ട്. 16-ാമത്തെ വാക്യം, 1-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യം. അവളെ പോലെ നീയും തിരിച്ചു പോവുക എന്ന് പറഞ്ഞ സമയത്ത് റൂത്ത് പറയുകയാണ്, അമ്മയെ ഉപേക്ഷിക്കുവാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്. അമ്മ പോകുന്നിടത്ത് ഞാനും വരും, അമ്മ വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാർ, അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും. അമ്മ മരിക്കുന്നിടത്ത് ഞാൻ മരിച്ച് അടക്കപ്പെടും. മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപ്പെടുത്തിയാൽ കർത്താവ് എന്ത് ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ. അല്ലെങ്കിൽ പ്രായമായ വിധവയായ അമ്മായിയമ്മയെ ഉപേക്ഷിച്ചു പോകുവാൻ മരുമകളായ റൂത്ത്, വിജാതീയ സ്ത്രീയായിരുന്ന റൂത്ത്, അതുവരെ തങ്ങളുടെ വിശ്വാസമനുസരിച്ചുള്ള ദേവന്മാരെ ആരാധിച്ചിരുന്ന പെൺകുട്ടി, അമ്മയോട് ഒപ്പം നിൽക്കുവാൻ വേണ്ടി, വിധവയായ പ്രായമായ അമ്മയോടൊപ്പം നിൽക്കാൻ വേണ്ടി തൻ്റെ വിശ്വാസത്തെ തള്ളിപ്പറയുകയും യഥാർത്ഥ വിശ്വാസത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. ഇന്നത്തെ കാലത്ത് എല്ലാ കുടുംബജീവിതം നയിക്കുന്ന മരുമക്കൾ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്കെടുത്ത് വായിക്കുന്നത് നല്ലതാണ്. അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോകാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്. അമ്മയെ ഉപേക്ഷിക്കാനോ. ഇന്ന് കാലത്ത് ചെറുപ്പക്കാരായിട്ടുള്ള പല പെൺകുട്ടികളും വിവാഹം കഴിക്കുമ്പോൾ ആദ്യം തന്നെ പല ഡിമാൻഡുകൾ പറയുന്നതിനൊന്ന്, എത്രയും വേഗം അപ്പൻ്റെയും അമ്മയുടെയും അടുത്തുനിന്ന് മാറി വേറൊരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കാം, അപ്പൻ്റെ അമ്മയുടെയും കൂടെ താമസിക്കേണ്ട എന്നാണ് പല പെൺകുട്ടികളുടെയും ഡിമാൻഡ് തന്നെ. ഒരു ബ്രോക്കർ ഒരു തമാശ പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അമ്മ മരിച്ച ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചന വരുന്നു. അമ്മ മരിച്ച ഒരു യുവാവിൻ്റെ വിവാഹാലോചന വരികയാണ്. അപ്പോൾ അമ്മ മരിച്ച യുവാവിൻ്റെ വിവാഹാലോചന വന്ന സമയത്ത് ഈ പെൺകുട്ടിയോട് പറയാണ്, ഈ വിവാഹം നടന്നാൽ നിനക്ക് മോളെ നീ സ്വർഗത്തിലായിരിക്കുന്നു. അപ്പോൾ എന്താ ഈ സ്വർഗത്തിലാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ബ്രോക്കർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഹൗവയുടെ പോലത്തെ ഒരു ഭാഗ്യം നിനക്ക് കിട്ടും. അപ്പോൾ ആൾക്ക് ധ്യാനമൊക്കെ കൂടി ചെറിയ പരിചയമുള്ള ആളാണ്. അപ്പോൾ എന്താണ് ഈ ഹൗവയെ പോലെയുള്ള ഭാഗ്യം എന്ന് ചോദിച്ചപ്പോൾ പറയാണ്, ഹൗവയ്ക്ക് അമ്മായിമ്മ ഉണ്ടായിരുന്നില്ല, അതായിരുന്നു ഹൗവയുടെ ഏറ്റവും വലിയ സന്തോഷം. നിനക്കും ഹൗവയെ പോലെ സന്തോഷിക്കാം, കാരണം ഈ യുവാവിൻ്റെ അമ്മ മരണപ്പെട്ടു, അതുകൊണ്ട് നിനക്ക് അമ്മായിമ്മയുടെ പ്രശ്നം നിനക്ക് ഉണ്ടാവില്ല. ബ്രോക്കർമാരുടെ ഇടയിൽ പോലും ഇതാണ് കാഴ്ചപ്പാട്. പക്ഷെ ഇവിടെ പറയാണ്, അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്. അമ്മ പോകുന്നിടത്ത് ഞാൻ വരും. അമ്മ ദേശത്തേക്ക് മടങ്ങിപ്പോവുകയാണെങ്കിൽ, സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോവുകയാണെങ്കിൽ ഞാൻ കൂടെ വരും. അമ്മ വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മ എവിടെ താമസിക്കുന്നു അവിടെ ഞാനും താമസിക്കും.
അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാർ. അമ്മയുടെ ബന്ധുക്കൾ ആരാണോ അവരാണ് ഇന്നു മുതൽ എൻ്റെ ബന്ധുക്കൾ. അതല്ലാതെ എൻ്റെ മാതാപിതാക്കളോ അവരുടെ ബന്ധുക്കളൊന്നും ഇനി മുതൽ എൻ്റെ ബന്ധുക്കളല്ല. അമ്മയുടെ ദൈവം എൻ്റെ ദൈവമായിരിക്കും. അമ്മയുടെ ദൈവം എൻ്റെ ദൈവമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ വിജാതീയ ദൈവന്മാരെ ആരാധിച്ചിരുന്ന ഈ പെൺകുട്ടി പറയാണ്, ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ അമ്മ ആരാധിക്കുന്ന ദൈവത്തെ ഞാൻ ആരാധിക്കും. അമ്മയുടെ ദൈവമാണ് എൻ്റെ ദൈവം. വിജാതിയിലായിട്ടുള്ള എല്ലാ ദേവീ ദേവന്മാരെയും അവൾ തള്ളിപ്പറയുന്നു. ഇത് കഴിഞ്ഞിട്ട് പറയണം, അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. അമ്മ മരിച്ച് എവിടെയാണോ അമ്മയെ അടക്കം ചെയ്യുന്നത് അവിടെ തന്നെ എന്നെയും അടക്കം ചെയ്യണം. മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപ്പെടുത്തിയാൽ കർത്താവ് എന്ത് ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ. അമ്മ മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ദൈവം നൽകുന്ന എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ അമ്മയോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് വെളിപ്പെടുത്തുകയാണ്. അവൾ തന്നോടുകൂടെ പോരാൻ ഉറച്ചെന്ന് കണ്ട് നവോമി അവളെ നിർബന്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ മൂത്ത മകളെ പോകാൻ നിർബന്ധിച്ച പോലെ റൂത്തിനെ നിർബന്ധിക്കുന്നില്ല. ഇത് കഴിഞ്ഞതിൻ്റെ അടുത്തൊരു സ്റ്റേജ് വരുന്നത് ഇവർ ബത്ലഹേമിലേക്ക് തിരിച്ചു പോന്നു. അപ്പത്തിൻ്റെ നാടായ ബത്ലഹേമിലെത്തുന്നു. എത്തുന്ന സമയത്ത് അവർ ബത്ലഹേമിലെത്തി. 19-ാമത്തെ വാക്യം, അവർ ബത്ലഹേമിലെത്തി. പട്ടണം മുഴുവൻ അവരെ കണ്ട് വിസ്മയിച്ചു. ഇത് നവോമിയോ എന്ന് സ്ത്രീകൾ പരസ്പരം ചോദിച്ചു. അവൾ പറഞ്ഞു, എന്നെ നവോമി എന്നല്ല മാറ എന്നാണ് വിളിക്കേണ്ടത്. സർവശക്തൻ എന്നോട് വളരെ കഠിനമായിട്ടാണ് പ്രവർത്തിച്ചത്. നവോമി എന്ന വാക്കിൻ്റെ അർത്ഥം അനുഗ്രഹീത എന്നാണ്, അല്ലെങ്കിൽ ഭാഗ്യവതി എന്നാണ്, ബ്ലെസ്സഡ് എന്നാണ് നവോമി എന്ന വാക്കിൻ്റെ അർത്ഥം. അനുഗ്രഹീത, ഭാഗ്യവതി എന്നൊക്കെയാണ്. പക്ഷേ ഇത് നവോമിയോ എന്ന് ചോദിച്ച് 10 വർഷത്തിന് ശേഷം കണ്ടെത്തിയ പഴയ ആളുകൾ ചോദിക്കുന്ന സമയത്ത് നവോമി പറയുന്നു, എന്നെ നവോമി എന്ന് വിളിക്കേണ്ട, എന്നെ മാറ എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ എന്താണ് മാറ എന്ന് മനസ്സിലാക്കണം. ഇസ്രായേൽ മക്കൾ ഈജിപ്തിലെ അടിമത്തത്തിൽ കടന്നു വന്ന് ചെങ്കടൽ കടന്ന് ഈ മരുപ്രദേശത്ത് 40 വർഷം താമസിക്കുന്നതിനിടയിൽ അവർ ദേശത്തെത്തുന്നു, മാറ എന്ന ദേശത്തെത്തുന്നു. ആ ദേശത്തെത്തിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ വെള്ളത്തിന് കയ്പ്പ് രസമാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ വെള്ളം കുടിക്കുവാനായിട്ട് പറ്റുന്നില്ല. ആ വെള്ളം കുടിച്ച സ്ത്രീകൾക്ക് ഗർഭചിത്രം സംഭവിക്കുന്നു. ആ വെള്ളം കുടിക്കുന്ന ആളുകൾക്ക് മക്കൾ ജനിക്കാതെ പോകുന്നു. അപ്പോൾ ഇത്രയും പ്രതികൂലത്തിൽ നിൽക്കുന്ന ആ ദേശത്തെയാണ് മാറ എന്ന് വിളിക്കുന്നത്. പിന്നീട് നമ്മളിപ്പോൾ കാണുന്നുണ്ട്, മാറയിൽ ഒരു മരത്തടി കൊണ്ടിടാൻ മോശ നിർദ്ദേശിക്കുന്നു. ജോഷുവയും മോശയും അഹ്റോനൊക്കെ കൂടെ ചെയ്യുന്നു. ആ വെള്ളത്തെ വിശദീകരിക്കുന്നു, വെള്ളം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ മാറ എന്ന ദുരനുഭവം, മാറ എന്ന വാക്കിൻ്റെ അർത്ഥം കയ്പ് എന്നാണ്. നവോമി എന്ന് പറഞ്ഞാൽ അനുഗ്രഹീത, സന്തോഷവതി എന്നൊക്കെയാണ്. അപ്പം നവോമി പറയണം, ഇനി എൻ്റെ പേര് ഞാൻ മാറ്റി. എൻ്റെ പേര് നവോമി എന്നല്ല, എൻ്റെ പേര് മാറ എന്നാണ്. കാരണം എൻ്റെ ഭർത്താവ് മരിച്ചു, എൻ്റെ 2 ആൺമക്കളും മരിച്ചു, മക്കൾക്കാണെങ്കിൽ മക്കളുമില്ല. ഇപ്പോൾ ഇതാണ് മകൻ്റെ ഭാര്യ പോകാതെ അവളുടെ കുടുംബത്തേക്ക് തിരിച്ചു പോരുന്നത് എൻ്റെ കൂടെ വന്നിരിക്കുന്നു. അവളെ ഒരു വിവാഹം കഴിപ്പിക്കേണ്ട ചുമതല പോലും എനിക്ക് വന്നിരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടവളാണ് ഞാൻ, നിർഭാഗ്യവതിയാണ്. എന്നെ അതുകൊണ്ട് ഇനി മാറ എന്ന് വിളിച്ചാൽ മതി എന്ന് അവൾ പറയുന്നു. മാത്രമല്ല, സർവശക്തൻ എന്നോട് വളരെ കഠിനമായിട്ടാണ് പ്രവർത്തിച്ചതെന്ന് വേറൊരു ആരോപണം കൂടെ, ദൈവത്തിനെതിരെയും കൂടെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. തുടർന്ന് നമ്മൾ വായിക്കുന്നു, എല്ലാം തികഞ്ഞവളായി ഞാൻ ഇവിടെ നിന്ന് പോയി. അല്ലെങ്കിൽ ഇവിടെ ദേശം വിട്ട്, ഈ ബത്ലഹേം ദേശം വിട്ട് പോകുന്ന സമയത്ത് എല്ലാം തികഞ്ഞവളായിട്ടാണ് പോകുന്നത്. ഭർത്താവ്, 2 ആൺമക്കൾ, അധ്വാനിക്കാൻ തയ്യാറുള്ള ആളുകൾ. ദേശത്ത് ക്ഷാമമായതുകൊണ്ട് മാത്രമാണ് പോയത്. ഒന്നുമില്ലാത്തവളായി കർത്താവ് എന്നെ തിരിച്ചയച്ചു. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ സമ്പാദ്യമൊന്നുമില്ല, പണമില്ല. എൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന ഭൂമി പോലും എനിക്ക് കിട്ടുമെന്നറിയില്ല, അതാരെങ്കിലും കൈവശപ്പെടുത്തിയിട്ടുണ്ടോയെന്നറിയില്ല. അല്ലെങ്കിൽ ഒന്നുമില്ലാത്തവളായി ദരിദ്രയായിട്ടാണ് ഞാൻ തിരിച്ചെത്തിയത്. കർത്താവ് എന്നെ ഞെരുക്കുകയും സർവശക്തൻ എനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുമ്പോൾ എന്തിനെന്നെ നവോമി എന്ന് വിളിക്കുന്നു. നമ്മുടെയൊക്കെ ഒരു നിരാശയാണ്. ഞാൻ ഈ അടുത്തൊരു മരിച്ച വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു 23 വയസ്സായ യുവാവ് ബൈക്ക് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. ആ മരണപ്പെട്ട സമയത്ത് അവിടെ ഇരുന്ന് ഈ കുട്ടിയുടെ അമ്മ, ആൺകുട്ടിയുടെ അമ്മ അവിടെ ഇരുന്ന് കരയാണ്. ആ കരച്ചിൽ പറയണത്, കർത്താവേ, നീ എന്തിനാ എന്നോട് ഇത്ര ക്രൂരത കാണിച്ചു? ഇനി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കത്തില്ല, ഞാൻ ഇനി പള്ളിയിൽ പോവില്ല, എനിക്ക് നിൻ്റെ മുഖം കാണണ്ട. മാത്രമല്ല, അവിടെ കിടന്ന് ഓളിയിടുകയാണ്. ഈ വീട്ടിലുള്ള ദൈവത്തിൻ്റെയും ഈശോയുടെയും മാതാവിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെയും വിശുദ്ധന്മാരുടെയൊക്കെ ഫോട്ടോ എടുത്ത് മാറ്റണം, അതല്ലാതെ ഞാൻ ഉറങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് ഭ്രാന്തിയെപ്പോലെ അലറി വിളിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും ഇതുപോലെയൊക്കെ പ്രതികരണം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇവിടെ പറയാണ്, കർത്താവ് എന്നെ ഞെരുക്കുകയും സർവശക്തനെ എനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുമ്പോൾ എന്തിനെന്നെ
നവോമി എന്ന് വിളിക്കുന്നു. അങ്ങനെ നവോമി മോവാബിൽ നിന്ന് അവിടുത്തെ മരുമകൾ റൂത്തിനോടൊപ്പം തിരിച്ചെത്തി. ബാർലി കൊയ്ത്ത് തുടങ്ങിയപ്പോഴാണ് അവർ ബത്ലഹേമിൽ തിരിച്ച് എത്തിയത്. അല്ലെങ്കിൽ ഇവിടെ ദേശത്ത് ക്ഷാമം തുടങ്ങിയപ്പോഴാണ് കടന്നുപോയത്. ക്ഷാമമൊക്കെ കഴിഞ്ഞ സമയത്ത് അവർ തിരിച്ച് ദേശത്ത് എത്തുകയും ചെയ്തു. ആ എത്തിച്ചേരുന്ന സമയത്ത് ഒന്നുമില്ലാതെ, സമ്പത്തില്ലാതെ, ഭക്ഷണമില്ലാതെ, പണമില്ലാതെ, ജീവിക്കാൻ മാർഗമില്ലാത്ത സമയത്ത് കുടുംബത്തിൻ്റെ ഭക്ഷണം തേടി ജോലി ചെയ്യേണ്ട ഉത്തരവാദിത്തം കൂടെ ഈ റൂത്തിൻ്റെ പേരിൽ വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ബൈബിൾ തുടങ്ങുന്ന സമയത്ത് പറയുന്നത് റൂത്ത് സുഹൃദിനിയും വിശ്വസ്തയും ആയിരുന്നു. ദൈവം സമൃദ്ധമായി അവളെ അനുഗ്രഹിച്ചു. റൂത്തിനെ ദൈവം എങ്ങനെയാണ് സമൃദ്ധമായി അനുഗ്രഹിച്ചു എന്നാണ് നമ്മൾ ഈ ഭാഗത്തിൽ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. അവിടെ കൊയ്ത്ത് കൃഷി നടക്കുന്നു. കൊയ്ത്ത് കൃഷി ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പാടത്ത് കൊയ്ത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ, അതിൻ്റെ സ്ഥിരമായിട്ടുള്ള ജോലിക്കാർ അവിടെ ജോലി ചെയ്യുമ്പോൾ ഇസ്രായേലിൻ്റെ നിയമം അനുസരിച്ച് കാല പെറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് എത്ര പേർക്കത് മനസ്സിലാവുമെന്നറിയില്ല, നെൽകൃഷി നടക്കുന്ന സ്ഥലങ്ങളിൽ കൊയ്ത്ത് നടക്കുന്ന സമയത്ത് കൊയ്തെടുത്ത് കറ്റ കെട്ടുന്ന സമയത്ത് നീളം കൂടിയ അലകുകൾ പോലെയുള്ളതാണ്, വൈക്കോല് കിട്ടുന്ന തരത്തിലുള്ളതാണ് കെട്ടി മെതിക്കളത്തിലേക്ക് കൊണ്ടുപോവുക. അതേസമയം കൊയ്യുന്ന സമയത്ത് ചിലപ്പോൾ കെട്ടുന്ന സമയത്തൊക്കെ ചില അലകുകൾ പോലെ താഴെ വീഴുന്നു. അങ്ങനെ വീഴുന്നത് പെറുക്കിയെടുക്കാനായിട്ട് അനാഥർക്കും വിധവകൾക്കും പരദേശികൾക്കും ഇസ്രായേലിലെ നിയമമനുസരിച്ച് അവകാശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നവോമി പറയുന്നു, ഞാൻ പോയി എന്നെ അനുവദിക്കുന്ന വയലിൽ കാല പെറുക്കട്ടെ എന്ന് റൂത്ത് നവോമിയോട് ചോദിക്കുന്നു. കുടുംബത്ത് ഭക്ഷണം കഴിക്കണമല്ലോ, അതുകൊണ്ട് കാല പെറുക്കാൻ പോകട്ടെ എന്ന് ചോദിക്കുന്നു. നവോമി അതിനെ അനുമതി കൊടുക്കുകയും ചെയ്യുന്നു. ബോവസിൻ്റെ വയലിലാണ് അവർ എത്തിച്ചേർന്നത്. എലിമേലെക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബോവസിൻ്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത്. അല്ലെങ്കിൽ തൻ്റെ ഭർത്തൃപിതാവിൻ്റെ കുടുംബാംഗങ്ങളുടെ വയലിൽ തന്നെയാണ് കാല പെറുക്കാനായിട്ട് റൂത്ത് എത്തിപ്പെടുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് ബോവസ് ഈ കൊയ്യുന്ന സഹോദരിമാരെ അനുഗ്രഹിക്കുന്നുണ്ട് വയലിൽ ചെന്നിട്ട്. 4-ാമത്തെ വാക്യം, 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. ബോവസ് ബത്ലഹേമിൽ നിന്ന് വന്നു, കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് അവൻ കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്യുന്നു. കർത്താവ് അങ്ങേ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ പ്രത്യഭിവാദനം ചെയ്തു. ഇപ്പോൾ കൃഷി ചെയ്യുന്ന കർഷകൻ അല്ലെങ്കിൽ കൃഷി ഉടമസ്ഥൻ തൊഴിലാളികളെ അനുഗ്രഹിക്കുന്നു, തൊഴിലാളികൾ ഉടമസ്ഥനെ അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവിടെ കാല പെറുക്കുന്ന യുവതിയെ കണ്ട സമയത്ത് ബോവസ് ചോദിക്കുന്നു, ഈ പെൺകുട്ടി ആരാണ്? അപ്പോൾ പറഞ്ഞത് നവോമിയുടെ മൊവാബിയയിൽ നിന്ന് വന്ന മരുമകളാണെന്ന് പറയുന്നു. വയലിൽ കാല പെറുക്കാൻ, 7-ാമത്തെ വാക്യം, വയലിൽ കാല പെറുക്കുവാൻ അനുവദിക്കണമെന്ന് അവൾ അപേക്ഷിച്ചു. രാവിലെ മുതൽ ഇതുവരെ വിശ്രമമില്ലാതെ കാല പെറുക്കുകയാണ്. അപ്പോൾ ബോവസ് റൂത്തിനോട് ഒരു മകളെ കാല പെറുക്കാൻ ഇവിടം വിട്ട് മറ്റു വയലുകളിൽ പോകേണ്ട, എൻ്റെ ദാസിമാരോടൊപ്പം ചേർന്ന് കൊള്ളുക. അപ്പോൾ റൂത്തിൻ്റെ ജീവിതത്തിൽ ഒന്നാമത്തെ ഒരു അനുഗ്രഹത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, കാല പെറുക്കാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ ഉടമയായ ബോവസ് പറയുന്നു, കാല പെറുക്കാൻ ഒരിക്കലും ഇനി മറ്റു വയലിലൊന്നും പോകണ്ട, എൻ്റെ ദാസിമാരുടെ കൂടെ ചേർന്ന് കാല പെറുക്കിക്കൊള്ളാൻ പറയുന്നു. ദൈവം അനുഗ്രഹിച്ച വിവിധങ്ങളായിട്ട് ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി 2-ാമത്തെ സ്റ്റേജിൽ 9-ാമത്തെ വാക്യത്തിൽ വരുന്ന സമയത്ത് ബോവസ് തന്നെ പറയുന്നു, നിന്നെ ശല്യപ്പെടുത്തുന്ന ഭൃത്യന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു അന്യനാട്ടിൽ നിന്ന് വന്നൊരു പെൺകുട്ടി വന്ന് വയലിൽ ജോലി ചെയ്യാൻ വരുന്ന സമയത്ത് തദ്ദേശീയവാസികളായ ആളുകൾ ചിലപ്പോൾ ചില കുസൃതികളൊക്കെ കാണിക്കും. അതുകൊണ്ട് നിന്നെ ശല്യം ചെയ്യരുതെന്ന് ബോവസ് കൽപ്പിക്കുന്നു. മാത്രമല്ല, നിനക്ക് ദാഹിക്കുമ്പോൾ അവർ കോരി വെച്ചിട്ടുള്ള വെള്ളം കുടിക്കാം. ഇസ്രായേൽ ദേശത്ത് പലപ്പോഴും ശുദ്ധജലക്ഷാമമുള്ള സ്ഥലമാണ്. കൃഷി ചെയ്യുന്ന സമയത്ത് കൃഷിക്ക് ആവശ്യമായ വെള്ളം പോലും പലപ്പോഴും കിട്ടില്ല. അതുകൊണ്ട് ഈ ജോലിക്ക് വരുന്ന ആളുകൾ അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കോരി സംഭരണികളിൽ പ്രത്യേകം സൂക്ഷിക്കുകയാണ് പതിവ്. എന്നാൽ ബോവസ് പറയുന്നു, നീ വെള്ളം കോരാൻ പോകണ്ട, മാത്രമല്ല കോരി വെച്ചിട്ടുള്ള വെള്ളം എടുത്ത് കുടിച്ചോളാൻ അനുവദിക്കുന്നു. അപ്പോൾ 2-ാമത്തെ ഒരു പടവും കൂടെ കയറുകയാണ്. വെള്ളം കോരി വെച്ചിട്ടുള്ള വെള്ളം കുടിക്കുവാൻ അവളെ അനുവദിക്കുന്നു. 3-ാമത് നമ്മൾ വായിക്കുന്ന 11-ാമത്തെ വാക്യത്തിൽ 2-ാമത്തെ 11-ാമത്തെ വാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. ബോവസ് വീണ്ടും റൂത്തിനോട് സംസാരിക്കുകയാണ്. ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം നീ അമ്മായിമ്മയ്ക്ക് വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിത ജനത്തിനിടയിൽ വന്നത് എനിക്ക് അറിയാം. നിൻ്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും.
നിൻ്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്നൊരു ദൈവം. യഹൂദരുടെ വിശ്വാസമനുസരിച്ച്, നിയമമനുസരിച്ചാലാണ് ദൈവം അനുഗ്രഹിക്കുക. ഇപ്പോൾ സ്വാഭാവികമായിട്ടും വിജാതീയരായിട്ടുള്ള ആളുകൾ പറയും, നിയമം കിട്ടാത്ത ഞങ്ങൾ, നിയമം അറിയാത്ത ആളുകൾ ഞങ്ങളെങ്ങനെ ചെയ്യുമെന്ന്. പക്ഷേ ഇവിടെ പറയുന്നു, നിയമം അറിയാത്ത ആളുകൾ, അതായത് മോശയുടെ 10 കൽപ്പനകൾ, 613 നിയമങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾ, കത്തോലിക്ക സഭയുടെ നിയമം അറിയാത്ത ആളുകളൊക്കെ എങ്ങനെ സ്വർഗ്ഗത്തിൽ പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടിയാണ് പറഞ്ഞത്, നിൻ്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നന്മ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലം ലഭിക്കും. തുടർന്ന് നമ്മൾ 14-ാമത്തെ വാക്യത്തിൽ വരുന്ന സമയത്ത് ഇങ്ങനെ വായിക്കുന്നു, ഭക്ഷണ സമയത്ത് ബോസ് അവളോട് പറഞ്ഞു, വന്ന് ഭക്ഷണം കഴിക്കുവിൻ, വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിച്ചു കൊള്ളൂ. അങ്ങനെ അവൾ കൊയ്ത്തുകാരോടൊപ്പം ഇരുന്നു. അവൻ അവൾക്ക് മലർ കൊടുത്തു. അവൾ ഭക്ഷിച്ച് തൃപ്തിയായി ബാക്കിയും വന്നു. ഇനി 3-ാമത്തെ ഒരു സ്റ്റേജ് വരെയാണ്. 1, കാലാപറക്കാനുള്ള അനുവാദം കൊടുത്തു. 2, കോരി വെച്ച വെള്ളം കുടിക്കാൻ അനുവാദം കൊടുത്തു. 3, ഭക്ഷണം കഴിക്കാനായിട്ട് ബോവസിൻ്റെ ഒപ്പം ഇരുന്ന്, തൊഴിലാളികളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുമതി കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹയർ ഗസ്റ്റിന് കൊടുക്കുന്ന പോലെ വീഞ്ഞിൽ മുക്കി അപ്പം കഴിക്കുവാൻ ബോവസ് അനുവദിക്കുന്നു. വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിക്കുവാൻ അനുമതി കൊടുക്കുന്നു. 1, വിശിഷ്ടാതിഥികൾക്ക് മാത്രമാണ് വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിക്കാനായിട്ട് കൊടുക്കുക. അതോടൊപ്പം പ്രതീകാത്മകമായിട്ട് നമ്മൾ കാണുന്നുണ്ട്, അബ്രഹാമത്തിൻ്റെ കാലം തൊട്ട് മൽക്കീസദേക്കിൻ്റെ കാലം തൊട്ട് അപ്പവും വീഞ്ഞുമായിട്ടാണ് മൽക്കീസദേക്ക് അബ്രഹാമിനെ കാണാൻ വരുന്നത്. നമ്മൾ ബൈബിളിൻ്റെ അവസാനത്തിൽ കടന്നു വരുന്ന സമയത്ത്, യേശു പുതിയ ഉടമ്പടി ഉറപ്പിക്കുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട്, ഈ അപ്പം എൻ്റെ ശരീരമാണ്, ഈ വീഞ്ഞ് എൻ്റെ രക്തമാണ്. എൻ്റെ ശരീരം വാങ്ങി ഭക്ഷിക്കുകയും രക്തം വാങ്ങി പാനം ചെയ്യുന്ന എന്നിലും ഞാൻ അവനിലും വസിക്കും, അവൻ നിത്യജീവന് വേണ്ടി ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു മുന്നാസ്വാദനമാണ് ഈ സംഭവത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ 3-ാമത്തെ ഒരു ഉയർച്ചയുടെ പടവിൽ എത്തുന്നു. 4-ാമത്തെ ഒരു സ്റ്റേജിൽ റൂത്തിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊയ്ത്ത് നടക്കുന്ന സമയത്ത് പറയുന്നു, അവൾ കറ്റകളുടെ ഇടയിൽ നിന്ന് ശേഖരിച്ചു കൊള്ളട്ടെ, അവളെ ശകാരിക്കരുത്, കറ്റകളിൽ നിന്ന് കുറേശ്ശെ വലിച്ചൂരി അവൾക്ക് പെറുക്കാൻ ഇടണം, അവളെ ശാസിക്കരുത്. അല്ലെങ്കിൽ ബോവസ് തന്നെ ഒരു നിർദ്ദേശം തൻ്റെ തൊഴിലാളികൾക്ക് കൊടുക്കുകയാണ്. ആ കൊടുക്കുന്നത് ഇങ്ങനെയാണ്, കറ്റ എല്ലാം വാരിക്കെട്ടിപ്പോകുന്നു, അതിൻ്റെ ഉള്ളിൽ കെട്ടിവെച്ച കറ്റയിൽ നിന്ന് തന്നെ കുറച്ച് വലിച്ചിട്ട് കൊടുക്കുക, അവൾ കാല പറക്കുമ്പോൾ അതും കൊണ്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ബാർലിയുടെയും ഗോതമ്പിൻ്റെയും വിളവെടുപ്പ് കഴിയുന്നവരെ അവൾ ബോവസിൻ്റെയും ദാസിമാരോടും ചേർന്ന് കാലാപ്പറക്കി തൻ്റെ അമ്മയോടൊത്ത് ജീവിച്ചു. കൊയ്ത്ത് കഴിയുന്നവരെ അവർ അവിടെ ഇവൾ ജോലി ചെയ്യുകയും കുടുംബത്തിൻ്റെ ആവശ്യമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ചെയ്തു. പിന്നീട് നമ്മൾ കാണുന്നു, അമ്മായിയമ്മ തന്നെ നിർദ്ദേശിക്കുന്നു, മെതിക്കളത്തിൽ പോയി, ബോവസിന് മെതിക്കളത്തിൽ പോയി കിടക്കുവാനായിട്ട് ഇവളെ നിർദ്ദേശിക്കുന്നു. അങ്ങനെ ഇവളവിടെ ചെന്ന് കിടക്കുകയും 6-ാമത്തെ ഒരു സ്റ്റേജിൽ വരുന്ന സമയത്ത് നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, നിൻ്റെ മേലങ്കി വിരിച്ചു പിടിക്കുക, അവൻ 6 അളവ് ബാർലി അതിലിട്ട് അവളുടെ തലയിൽ വെച്ച് കൊടുത്തു, അവൾ നഗരത്തിലേക്ക് പോയി. അല്ലെങ്കിൽ കൊയ്ത്ത് കാലം കഴിഞ്ഞിട്ടും ഇവരുടെ ഭക്ഷണാവശ്യങ്ങൾ നിറവേറ്റുവാൻ ബോവസ് തയ്യാറാവുകയും, മാത്രമല്ല നവോമി ബോവസിനെ ഇവളെ വിവാഹം കഴിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ആ വിവാഹം പ്രേരിപ്പിക്കുന്ന സമയത്ത് ബോവസ് പറയുന്നൊരു കാര്യമുണ്ട്, യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ച് ഒരാളുടെ വസ്തു വാങ്ങുകയാണെങ്കിൽ ആ വസ്തു വാങ്ങേണ്ടത് അല്ലെങ്കിൽ വിൽക്കേണ്ടത് ഏറ്റവും അടുത്ത ബന്ധുവിനാണ്. ഏറ്റവും അടുത്ത ബന്ധു അത് വാങ്ങുന്നില്ലെങ്കിൽ മാത്രമാണ് പിന്നീട് അടുത്ത ബന്ധുവിനെ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ബോവസിനോട് റൂത്തുമായുള്ള വിവാഹാലോചനകൾ വരുന്ന സമയത്ത് ബോവസ് പറയുന്നു, എന്നേക്കാൾ അടുത്ത ബന്ധു നിനക്ക് വേറെയുണ്ട്, അവൻ നിന്നെ സ്വീകരിക്കുന്നില്ലെങ്കിൽ മാത്രമേ എനിക്ക് സ്വീകരിക്കാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠന്മാരെല്ലാം വിളിച്ചു വരുത്തുന്നു. 4-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നഗരത്തിൽ ശ്രേഷ്ഠന്മായ 10 പേരെ കൂട്ടി ബോവസ് വിളിച്ചു കൊണ്ടുവന്നു, ഇവിടെ ഇരിക്കുവിൻ എന്ന് അവരോട് പറഞ്ഞു. അവരിരുന്നു. ബോവസ് തൻ്റെ ബന്ധുവിനോട് പറഞ്ഞു, മോവാബ് ദേശത്ത് നിന്ന് തിരിച്ചു വന്ന നവോമി നമ്മുടെ ബന്ധുവായ എലിമേലെക്കിൻ്റെ നിലത്തിൽ ഒരു ഭാഗം വിൽക്കാൻ പോകുന്നു, അത് നിന്നെ അറിയിക്കണമെന്ന് ഞാൻ കരുതുന്നു. അത് കഴിഞ്ഞ് ആ ഡീല് നടക്കുന്നതിൻ്റെ അവസാനമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, നീ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അത് ചെയ്യേണ്ട അടുത്ത ആൾ ഞാനാണ്. ഈ ബന്ധു വാങ്ങുന്നില്ലെങ്കിൽ ബോവസ് അത് വാങ്ങുവാൻ തയ്യാറായിട്ട് വരുന്നു. എന്നാൽ 5-ാമത്തെ വാക്യത്തിൽ വേറെ ഒരു കണ്ടീഷൻസ് അതിന് വരുന്നുണ്ട്.
നവോമിയിൽ നിന്ന് വയൽ വാങ്ങുന്ന ദിവസം തന്നെ മരിച്ചവൻ്റെ നാമം അവകാശികളുടെ നിലനിർത്തുന്നതിന് വേണ്ടി അവൻ്റെ വിധവയും മോവാബിയുമായ റൂത്തിനെയും കൂടെ സ്വീകരിക്കണം. ഇപ്പം നിലം വാങ്ങിയാൽ മാത്രം പോരാ, റൂത്തിനെ ഭാര്യയായി സ്വീകരിക്കണമെന്ന് പറയുന്നു. അത് പറഞ്ഞ വഴിക്ക് അവൻ അതിൽ നിന്ന് ഈ അടുത്ത ബന്ധു ഒഴിയുന്നു. ആ ഒഴിയുമ്പോൾ ഇസ്രായേലിലെ വിചിത്രമായ ചില ആചാരങ്ങൾ നമ്മൾ കാണുന്നുണ്ട് 7-ാമത്തെ അധ്യായത്തിൽ. ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ ചെരുപ്പ് ഊരി മറ്റേയാളെ ഏൽപ്പിക്കണം. ഇതായിരുന്നു ഇസ്രായേലിൽ നടപ്പ്. അതനുസരിച്ച് നീ വാങ്ങിക്കൊള്ളു എന്ന് പറഞ്ഞ ആ ബന്ധു തൻ്റെ ചെരുപ്പ് ഊരി. അനന്തരം ബോവസ് ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു, എലിമേലെക്കിൻ്റെയും മഹലോൻ കിലിയോൻ എന്നിവരുടെമായ എല്ലാ നവോമിയിൽ നിന്ന് ഞാൻ വാങ്ങി എന്നതിന് നിങ്ങൾ സാക്ഷികളാണ്. മോവാബിയും മഹലോൻ്റെ വിധേയമായ റൂത്തിനെ ഭാര്യയായി ഞാൻ സ്വീകരിക്കുന്നു. മോവാബിയും അറിഞ്ഞുകൊണ്ട് തന്നെ മഹലേലിൻ്റെ വിധവയുമായ റൂത്തിനെ ഭാര്യയായി ഞാൻ സ്വീകരിക്കുന്നു. മരിച്ചവൻ്റെ നാമം സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ജന്മദേശത്ത് നിന്ന് മാഞ്ഞു പോകാതിരിക്കുന്നതിനും അനന്തരാവകാശികളിലൂടെ നിലനിർത്തുന്നതിനും വേണ്ടിയാണിത്. ഇന്ന് നിങ്ങൾ ഇതിനെ സാക്ഷികളാണ്. 11-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, കർത്താവ് നിൻ്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ, ലേയ എന്നിവരെ പോലെ ആകട്ടെ. വിവാഹ സമയത്ത് ഒരു ആശീർവാദം കൊടുക്കുകയാണ്. ആ ആശീർവാദം ഇങ്ങനെയാണ്, കർത്താവ് നിൻ്റെ ഭവനത്തിൽ വരുന്ന, ബോവസിൻ്റെ ഭവനത്തിൽ വരുന്ന സ്ത്രീയെ ഇസ്രായേലിന് ജന്മം കൊടുത്ത റാഹേൽ, ലേയ എന്നിവരെ പോലെ ആകട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, എബ്രഹാത്തിന് ഹാഗാറിൽ ഇസ്മായിൽ എന്ന മകൻ ജനിക്കുന്നു. സാറയിൽ ഇസഹാക്ക് എന്ന മകൻ ജനിക്കുന്നു. സാറയുടെ മരണശേഷം കെത്തൂറ എന്ന സ്ത്രീയെ എബ്രഹാം വിവാഹം കഴിക്കുന്നു. 6 മക്കൾ ജനിക്കുന്നു. ആ 6 മക്കൾ ജനിക്കുന്ന സമയത്ത് പിന്തുടർച്ച അവകാശം, എബ്രഹാമിൻ്റെ പിന്തുടർച്ച അവകാശം, ആത്മീയമായ പിന്തുടർച്ച അവകാശം തൻ്റെ മകനായ ഇസഹാക്കിന് മാത്രമാണ് കൊടുത്തത്. വാഗ്ദത്ത പുത്രനായ ഇസഹാക്കിന് മാത്രമാണ് കൊടുത്തത്. മറ്റ് 7 പേർക്കും നൽകുന്നില്ല. ഇസഹാക്ക് തൻ്റെ അപ്പനിൽ നിന്ന് കിട്ടിയ ഈ വാഗ്ദത്ത പ്രകാരമുള്ള ആത്മീയമായ പിന്തുടർച്ചാവകാശം തനിക്ക് 2 മക്കളുണ്ടായിരുന്നെങ്കിലും, ഏസാവ് യാക്കോബ് എന്ന 2 മക്കളുണ്ടെങ്കിലും ഏസാവിന് കൊടുക്കാതെ യാക്കോബിന് മാത്രമാണ് ഇത് കൊടുത്തത്. യാക്കോബ് ലാബാൻ്റെ 2 പെൺമക്കളെ വിവാഹം കഴിച്ചു. ആ 2 പെൺമക്കളാണ് ലേയ, റേച്ചൽ എന്നിവർ. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ബോവസിൻ്റെ വിവാഹം നടക്കുമ്പോൾ ഒരു ആശംസ കൊടുക്കുകയാണ്. ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേലിൻ്റെ 2 മക്കളും ലേയയുടെ 6 മക്കളെയും ബിൽഫ, സിൽഫ എന്ന പരിചാരകരുടെ ജനിച്ച 4 മക്കൾ ഉൾപ്പെടെയുള്ള 12 മക്കളാണ് പിന്നീട് 12 ഗോത്രങ്ങളായി മാറിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആശീർവദിക്കുകയാണ്, റേച്ചലിനെ പോലെ, ലേയെ പോലെ നീ അനേകം ജനതകളുടെ അമ്മയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നീ എഫ്രാത്തയിൽ ഐശ്വര്യവാനും ബത്ലഹേമിൽ പ്രസിദ്ധനുമായി മാറട്ടെ. നമുക്കെല്ലാവർക്കും അറിയാം, എഫ്രാത്ത പ്രദേശത്തെ ബത്ലഹേമിലാണ് യേശു ജനിക്കുന്നത്. യൂദായ്ക്ക് വേണ്ടി താമാറിൽ ജനിച്ച പെരസിൻ്റെ ഭവനം പോലെ യുവതിയിൽ കർത്താവ് നിനക്കുന്ന സന്താനങ്ങളിൽ നിൻ്റെ ഭവനവും ആകട്ടെ. ഇനി 2-ാമത്തെ ആശീർവാദം കൊടുക്കുകയാണ്. യാക്കോബിൻ്റെ 12 മക്കളിൽ 4-മനായ യൂദയുടെ ഭാര്യ താമാറിലൂടെ ജനിച്ച പെരസിലൂടെ വംശാവലി മുന്നോട്ട് കൊണ്ടുപോയതുപോലെ ആ വംശാവലി നിന്നിലൂടെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ബോവസ് റൂത്തിനെ സ്വീകരിച്ചു. അവൾ അവൻ്റെ ഭാര്യയായി. അവൻ അവളെ പ്രാപിച്ചു. കർത്താവിൻ്റെ അനുഗ്രഹത്താൽ അവൾ ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചു. അപ്പോൾ വിജാതീയ സ്ത്രീയായിരുന്ന റൂത്ത് തൻ്റെ വിശ്വാസങ്ങളെല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ വംശാവലിയിൽ നിലനിൽക്കുന്ന ബോവസിനെ വിവാഹം കഴിക്കുന്നു. ആ വിവാഹം കഴിച്ച് അവളൊരു കുഞ്ഞിന് ജന്മം നൽകുന്നു. ആ കുഞ്ഞിൻ്റെ പേരാണ് നമ്മൾ പിന്നീട് വായിക്കുന്നു. അവൾക്കൊരു അനുഗ്രഹം കൊടുക്കുന്ന, നിൻ്റെ അവകാശി ഇസ്രായേൽ പ്രസിദ്ധി ആർജിക്കട്ടെ എന്നൊക്കെ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. 15-ാമത്തെ വാക്യത്തിൽ നവോമിക്ക് കൊടുക്കുന്ന ഒരു ആശ്വാസമാണ്. ഈ കുഞ്ഞിനെ കുറിച്ച്, ബോവസിൻ്റെ ജനിക്കുന്ന കുഞ്ഞിനെ കുറിച്ച്, ഓബേദ് എന്നാണ് ആ മകന് പേരിട്ടിരിക്കുന്നത്. അവൻ നിനക്ക് നവജീവൻ നൽകും. ബോവസിന്, ഓബേദിനെ കുറിച്ചാണ്. അവൻ നിനക്ക് നവജീവൻ പകരും, വാർദ്ധക്യത്തിൽ നിനക്ക് താങ്ങായിരിക്കും. നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരേക്കാൾ വിലപ്പെട്ടുള്ളവൻ നിൻ്റെ മരുമകളാണ് അവനെ പ്രസവിച്ചത്. നവോമി ശിശുവിനെ മാറോടണച്ചു, അവൾ അവനെ പരിചരിച്ചു. അയൽക്കാരായ സ്ത്രീകൾ നവോമിക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുമെന്ന് പറഞ്ഞ് ഓബദ് എന്ന് അവന് പേരിട്ടു.
റൂത്തിന് കുഞ്ഞ് ജനിച്ചു എന്നല്ല പറഞ്ഞത്, നവോമിക്കൊരു കുഞ്ഞ് ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഓബേദ് എന്ന് പേരിട്ടു. അവൻ ദാവീദിൻ്റെ പിതാവായ ജസ്സയുടെ പിതാവാണ്. അല്ലെങ്കിൽ ദാവീദ് രാജാവിൻ്റെ അപ്പനാണ് ജസ്സെ, ജസ്സയുടെ അപ്പനാണ് ഓബേദ്, ഓബേദിൻ്റെ അപ്പനാണ് ബോവസ്. അല്ലെങ്കിൽ ഓബേദിനെ ജന്മം കൊടുക്കാൻ റൂത്തിന് സാധിച്ചു. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലെ നമ്മൾ വംശാവലി ഗ്രന്ഥം വായിക്കുന്ന സമയത്ത്, സാധാരണഗതിയിൽ നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ വംശാവലി ഗ്രന്ഥം വളരെ അപൂർവമായിട്ടേ വായിക്കാറുള്ളൂ. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് 1-ാമത്തെ അധ്യായത്തിൽ 5-6 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. സൽമോൻ റാഹാബിൽ ജനിച്ച ബോവസിൻ്റെയും, ബോവസ് റൂത്തിന് ജനിച്ച ഓബദിൻ്റെയും, ഓബദ് ജസ്സയുടെയും, ജസ്സെ ദാവീദ് രാജാവിൻ്റെയും പിതാവായിരുന്നു. നമ്മൾ ഈ വംശാവലി ഗ്രന്ഥം, യേശുവിൻ്റെ വംശാവലി ഗ്രന്ഥം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് 42 തലമുറകളെക്കുറിച്ച് പറയുന്ന സമയത്ത് അതിൽ 5 പേരുടെ സ്ത്രീകളുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ യേശുവിൻ്റെ വംശാവലി ഗ്രന്ഥത്തിൻ്റെ ഭാഗമായി മാറുവാൻ റൂത്തിനെ ദൈവം അനുഗ്രഹിച്ചു. റൂത്തിൻ്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ തിരുവാക്യം ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. നവോമിക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു പറഞ്ഞ് ഓബദ് അവനെ പേരിട്ടു. അവൻ ദാവീദിൻ്റെ പിതാവായ ജസ്സയുടെ പിതാവായിരുന്നു. 18-ാമത്തെ വാക്യത്തിലും ഇതെന്നെ പറയുന്നുണ്ട്. യൂദയ്ക്ക് തമാറിൽ ജനിച്ച പെരസിൻ്റെ കുറിച്ച് പറയുന്ന പോലെ പെരസിൻ്റെ പിന്തലമർക്കാർ ഇവരാണ്. പെരസ് ഹെബ്രോൻ്റെ പിതാവാണ്. ഹെബ്രോൻ രാമിൻ്റെയും, രാം അമിനദാബിൻ്റെയും, അമിനദാബ് നഹ്ഷോൻ്റെയും, നഹ്ഷോൻ സൽമോൻ്റെയും, സൽമോൻ ബോവസിൻ്റെയും, ബോവസ് ഓബദിൻ്റെയും, ഓബദ് ജസ്സയുടെയും, ജസ്സെ ദാവീദിൻ്റെയും പിതാവാണ്. അല്ലെങ്കിൽ ദാവീദിൻ്റെ പൂർവ്വപിതാവായി മാറുവാൻ, അല്ലെങ്കിൽ ദാവീദിൻ്റെ കുടുംബത്തിൽ ഉള്ള മുത്തച്ഛന്മാരുടെയും മുത്തച്ഛിമാരുടെയൊക്കെ ലിസ്റ്റ് വരുന്ന സമയത്ത് വിജാതീയ മൊവാബിയായ ലോത്തിൻ്റെ തെറ്റായിട്ടുള്ള പാരമ്പര്യം തുടരുന്ന ആ സ്ത്രീ ആ പാരമ്പര്യത്തിൽ നിന്ന് അകറ്റപ്പെടുകയും യേശുവിൻ്റെ വംശാവലിയുടെ ഭാഗമായി മാറുകയും വിശുദ്ധീകരിക്കപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു. ഇത് നമ്മളും മനസ്സിലാക്കേണ്ടതാണ്. പലരും പറയാറുണ്ട്, പ്രത്യേകിച്ച് തൃശ്ശൂരിലൊക്കെ വിവാഹാലോചന നടക്കുന്ന സമയത്ത് പറയാറുണ്ട്, എൻ്റെ അപ്പൻ്റെ മുത്തപ്പാപ്പൻ്റെ അപ്പാപ്പനെ തോമസ് ലീഹ ഒന്ന് നേരിട്ട് മാമോദിസ മുക്കിയതുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വലിയ തറവാട്ടുകാരാണെന്നുള്ള ഒരു വ്യർത്ഥ ദുരഭിമാനം തൃശ്ശൂരിലെ പല ആളുകൾക്കും ഉണ്ട്. ഈ തെക്കൻ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത്, കൊല്ലം ജില്ലയിലൊക്കെ പോകുന്ന സമയത്ത് അവിടെയും ഇതുപോലെ പറയാറുണ്ട്, ഫ്രാൻസിസ് സേവിയറാണ് ഞങ്ങളെ മാമോദിസ മുക്കിയത്, അതുകൊണ്ട് ഞങ്ങളും വലിയ തറവാട്ടുകാരെന്നാണ്. യഥാർത്ഥത്തിൽ ഇതിലൊന്നും ഒരു പ്രസക്തിയില്ല. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് കാണുന്നു, ഒരു വിജാതീയ സ്ത്രീ വിധവ പുനർവിവാഹം കഴിക്കുന്നു. ആ പുനർവിവാഹത്തിൽ ജനിക്കുന്ന മകൻ്റെ മകനായി ദാവീദ് രാജാവ് ജനിക്കുന്നു. ഇസ്രായേൽ കണ്ട ഏറ്റവും വലിയ രാജാവായി മാറുന്നു, അനുഗ്രഹീത വ്യക്തിത്വമായി മാറുന്നു. ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്നാണ് യേശുവിനെ കാണുമ്പോൾ പോലും പറഞ്ഞത്. അപ്പോൾ ഈ വംശാവലിയുടെ ഭാഗമായി വരും. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്കിങ്ങനെ പറയാം, കർത്താവായ യേശുവിൽ വിശ്വസിക്കുകയും അത് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ജ്ഞാനസ്നാനം സ്വീകരിച്ച് സഭയിലെ അംഗമായി മാറുന്ന സമയത്ത് നമുക്ക് എന്ത് തെറ്റായിട്ടുള്ള പാരമ്പര്യം ഉണ്ടെങ്കിലും, മോശമായ മ്ലേച്ഛമായ പാരമ്പര്യം നമ്മളുടെ മുൻ തലമുറയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വിടുതൽ കിട്ടുകയും നമ്മുടെ കുടുംബത്തിന് മുഴുവൻ സൗഖ്യമായി മാറുകയും ചെയ്യും. ഹീലിംഗ് ദ ഫാമിലി ട്രീ എന്ന ഒരു പഠനശാഖ തന്നെ സഭയിലുണ്ട്. അതിൽ പറയുന്നത്, നമ്മുടെ മുൻ തലമുറയിൽ നിന്ന് കടന്നു വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള, സാധാരണ ഇതിൽ വൈദ്യശാസ്ത്രം പറയുന്ന ക്രോമോസോമിലൂടെ, DNA-യിലൂടെ, ജീനുകളിലൂടെ ഒക്കെ ഏതെങ്കിലും ശാരീരികമായ ഘടനകളിൽ ഒരു സ്വാധീനം കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ വംശാവലിയോട് ചേരുന്ന സമയത്ത് ക്രിസ്തു എന്ന മരത്തിൻ്റെ ശിഖരങ്ങളായി പോകാൻ ചേരുന്ന സമയത്ത് ക്രിസ്തു തന്നെ പറയുന്നുണ്ടല്ലോ, തായ്തണ്ടിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നു. ക്രിസ്തുവിൻ്റെ സുവിശേഷം കേൾക്കുകയും അനുസരിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ക്രിസ്തു നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യും. ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം മുതലായ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ക്രിസ്തുവിനോട് ചേർന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ റൂത്തിൻ്റെ ജീവിതം ഒരു പ്രചോദനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിജാതീയരായിട്ടുള്ള ആളുകൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ക്രിസ്തുമതത്തിൽ
അംഗങ്ങളായി മാറിയിട്ടുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഞാൻ എൻ്റെ കുടുംബം മുൻകാലങ്ങളിൽ മറ്റു മതവിശ്വാസത്തിലായിരുന്നു എന്നൊക്കെ അതൊരു വേദനയായിട്ട് ആരെങ്കിലും അനുഭവപ്പെടുന്നതിന് അവർക്ക് വലിയ ആശ്വാസവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വിവാഹം കഴിക്കുകയും ഭർത്താവ് മരിക്കുകയും പിന്നീട് പുനർവിവാഹം കഴിക്കുകയും ആ പുനർവിവാഹം കഴിക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ രണ്ടാമത് വിവാഹം കഴിച്ച കുടുംബത്തിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ കുത്തുവാക്കുകളോ വേദനകളൊക്കെ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ ആ അസ്വസ്ഥതയെല്ലാം യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ പുനർവിവാഹം കഴിഞ്ഞിട്ടുള്ള കുടുംബജീവിതത്തിൽ വലിയ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.